കേരളത്തിൽ അറിയപ്പെടുന്ന വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. സോ ഈ യൂണിവേഴ്സിറ്റിക്ക് ഖത്തറിൽ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അപ്രൂവൽ സ്റ്റാറ്റസ്? MG യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് ഖത്തറിൽ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അറിയാനുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഖത്തർ വൺ ഓഫ് ദ മെയിൻ GCC കൺട്രിയാണ്. നാച്ചുറൽ ഗ്യാസ് റിസോഴ്സിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. സോ ഇവിടെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് എക്സ്പാട്രിയേറ്റ്സും ഉണ്ട്, മെയിൻലി മലയാളികൾ. സോ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന MG യൂണിവേഴ്സിറ്റി ഖത്തറിൽ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ റെഗുലർ കോഴ്സ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം ഓൺലൈൻ കോഴ്സുകൾ, പാർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണ്? തീർച്ചയായിട്ടും ഖത്തർ എന്ന ആ സ്ഥലത്ത് MG ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്കും എഡ്യൂക്കേഷൻ പർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ള, കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ സിറ്റുവേഷൻ എന്നുള്ളത് അല്പം ബ്ലീക്കാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റിക്ക് ഖത്തറിൽ അവരുടെ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവർക്ക് കേരളത്തിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം, UGCയുടെ അപ്രൂവൽ വേണം, അതായത് കേരളത്തിന് പുറത്ത് ഖത്തറിൽ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഖത്തർ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വേണം. സോ ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നാൽ മാത്രമേ MG യൂണിവേഴ്സിറ്റിക്ക് അവിടെ അവരുടെ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സിറ്റുവേഷൻ അല്പം ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക്, അല്ലെങ്കിൽ അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, ആ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു ബോഡിയുണ്ട്. അതോടൊപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുന്നൊരു ബോഡിയുമുണ്ട്. ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ നിങ്ങളായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് തുടങ്ങിയാൽ അതിന് അപ്രൂവൽ കിട്ടാതെ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് ഏകദേശം യൂണിവേഴ്സിറ്റികളുടെ കാര്യവും. സോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റേറ്റിൻ്റെ അപ്രൂവലോട് കൂടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സെയിം വിത്ത് MG യൂണിവേഴ്സിറ്റി. പക്ഷേ അതിന് UGCയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയതാണ്, സംസ്ഥാന സർക്കാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏകീകരിച്ച് കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി കൊണ്ടുവന്നപ്പോൾ അതിന് UGCയുടെ അപ്രൂവൽ ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടി. ഓരോ കോഴ്സിനും UGCയുടെ അപ്രൂവൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. സോ ഈയിടെ വന്ന കമൻ്റ് ഉണ്ടായിരുന്നു, ടോപ്പിക് അല്പം ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ഡിഗ്രി ഒരിക്കലും UGCക്ക് റദ്ദാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ UGCക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു വ്യക്തി പറഞ്ഞിരുന്നത്. അതിന് ആൻസറായി അദ്ദേഹം പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്, അതോടൊപ്പം അതിൻ്റെ ചാൻസലർ ഗവർണറാണ്. സോ ഇവർക്കല്ലാതെ ഇതിനെ റദ്ദാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തെറ്റായ കാര്യമാണ്. UGC ആണ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളെയും കൺട്രോൾ ചെയ്യുന്നു. ആ കാര്യം നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവിടെ നിർത്താം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അതായത് ഖത്താറിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. സോ ആദ്യമായിട്ട് തന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറഞ്ഞു അവർ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും MG യൂണിവേഴ്സിറ്റിക്ക് നൽകാൻ പറ്റില്ല എന്നുള്ളത്. സോ നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരും പറഞ്ഞു ഫിനാൻഷ്യൽ സപ്പോർട്ടോ സാങ്കേതിക സപ്പോർട്ടോ ഈ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിക്ക് ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നൽകാൻ പറ്റില്ല എന്നുള്ളത്. ഇതിന് അവർ മെയിനായിട്ടും പറഞ്ഞ കാര്യം ഹോട്ട് ടോപ്പിക്കാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയി കേൾക്കുന്ന അതേ വേർഡാണ്, അതായത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. സോ MG യൂണിവേഴ്സിറ്റിയുടെ ടെറിട്ടറി, അതായത് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് UGC അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന, അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു ടെറിട്ടറി ഉണ്ട്. അത് MG യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളമാണെങ്കിലും കേരളത്തിലെ എല്ലായിടത്തും അതിന് ചെയ്യാൻ പറ്റില്ല, അതിലും ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണെങ്കിൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പി എന്നൊക്കെയാണ് അവരുടെ ടെറിട്ടറിയായി വരുന്നത്. ഖത്തർ ഇതിലില്ല എന്നുള്ളത് ഒബ്വിയസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന് പുറത്ത് വരുന്നത് കൊണ്ട് ഒരിക്കലും സംസ്ഥാന സർക്കാരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നവംബർ 2022 ഖത്തറിലെ അധികൃതരുമായി MG യൂണിവേഴ്സിറ്റി ഡിസ്കഷനിൽ ഏർപ്പെടുന്നത്. സോ ഒന്നാമത്തെ സിറ്റുവേഷൻ അവിടെ നെഗറ്റീവാണ് റിസൾട്ട്. അതായത് സംസ്ഥാന സർക്കാരും
UGCO MG യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്ലാനിന്, ഈ ഒരു പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറൊരു പ്രശ്നം വന്നത് ഖത്തറിന്റെ കാര്യത്തിലാണ്. അതായത് അവിടെ ഒരു വിദേശ യൂണിവേഴ്സിറ്റിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ടോപ്പ് 300 ഉൾപ്പെടണം എന്നുള്ളത്. സോ 3 സച്ച് ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 300 ഉൾപ്പെട്ടതായിരിക്കണം ഏത് യൂണിവേഴ്സിറ്റിയും ഖത്തറിൽ പ്രവർത്തിക്കണമെങ്കിൽ. പക്ഷേ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണെങ്കിൽ ഈ 3 റാങ്കിങ്ങിലും 300 ടോപ്പ് 300 പുറത്തായിരുന്നു. സോ അതുകൊണ്ട് തന്നെ MG യൂണിവേഴ്സിറ്റി അവിടെയും അവരുടെ ഓഫ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്ലാനിന്, പദ്ധതിക്ക് വലിയൊരു നിരാശയാണ് കൈവന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖത്തറിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ തീരെ സാധ്യതയില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒബ്വിയസ്ലി ഖത്തറിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ഖത്തറിൽ ഓഫ് ക്യാമ്പസ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. സാവിത്രിബായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റിക്ക് ഖത്തറിൽ അവരുടെ ഓഫ് ക്യാമ്പസ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് അവരുടെ പ്രസൻസ് ഖത്തറിലുള്ളത്. സോ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒബ്വിയസ്ലി ഈ യൂണിവേഴ്സിറ്റിയെ ഖത്തറിൻ്റെ ഓഫ് ക്യാമ്പസ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ എപ്പിസോഡ്. തീർച്ചയായിട്ടും കാര്യവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.